എന്താ 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 അവള് വന്ന വണ്ടിയാ ഇത്. നോക്ക്, അതേ കാറ്. നാളെ മുതൽ നീ എന്താ ചെയ്യണമെന്നറിയോ? ഇവള് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഫോളോ ചെയ്തിട്ട് എന്റെ അടുത്ത് വന്ന് പറയണം. അതിനുശേഷം നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പറയാം. ഞാൻ എന്തിനാ അവളെ ഫോളോ ചെയ്യണം? ഓക്കേ ഓക്കേ, ഞാൻ തന്നെ ഫോളോ ചെയ്യാം. എന്റെ തലയെടുത്തു. നിഷയ്ക്ക് ഡോഗ് എന്ന് വെച്ചാൽ ജീവനാ. സോ നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ നിമ്മിനെ വെച്ച് അവളുടെ ജിമ്മിയെ കറക്കണം. സ്നേഹത്തിൽ മയങ്ങിയ ആ ജിമ്മി അവിടെ നിന്ന് മുങ്ങും. പട്ടിക്കുട്ടി കാണാതായ സങ്കടത്തില് അവള് കരഞ്ഞോണ്ടിരിക്കും. ആ സമയം നോക്കി നീ ജിമ്മിയെ കൊണ്ടുപോയി കൊടുത്താ നിമ്മിയും ജിമ്മിയും ഒന്നു ചേരും. അതുപോലെ നീയും നിഷയും ഒന്നു ചേരും. ഇതാണ് സീൻ. കുറച്ച് പഴയ സീനല്ലേ ഇത്? സീൻ പഴയതാ, പക്ഷെ നിഷയ്ക്ക് അത് പുതിയതാ. സോ ഉറപ്പായിട്ടും ഈ സീൻ വർക്ക്ഔട്ട് ആകും. ഓക്കേ, സോ യു ഗോ ആൻഡ് ഡു ഇറ്റ്. നല്ല അടിപൊളി ഐഡിയ, പക്ഷേ നീ ഡു ഇറ്റ്. Come on, go. Go, Jimmy. Look at Jimmy. Look, Jimmy എത്ര ക്യൂട്ട് ആയിട്ടുണ്ടെന്ന്. Look at him. നായിക്കും ബ്രോക്കറും ചെയ്തു കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും ജിമ്മിനെ കറക്റ്റ് ചെയ്യ്. Yes. ഓട്. വെൽ ഡൺ ജിമ്മി, തകർത്തു നീ. Idiot. അയ്യോ, ഈവനിങ് നീ കറക്കിയെടുത്ത. എല്ലാം ശരിയായ മതിയായിരുന്നു. മച്ചു, ഇന്നലെ പബ്ബില് എത്ര പെണ്ണുങ്ങൾ നിന്നെ വായി നോക്കി നിന്നു നിനക്കറിയോ? നീ ഭയങ്കര സ്റ്റൈലാ, മാൻലി ആയിട്ടിരിക്കുന്നു. പക്ഷെ നിനക്ക് എപ്പോഴും ഭയങ്കര നാണാ. ഒന്ന് പോടോ, വെറുതെ കഥ പറയാതെ. നിന്നെ കണ്ട ഫ്ലേർട്ട് ആയിട്ടും തോന്നും, ഇന്നസെന്റ് ആയിട്ടും തോന്നും. അതാ നിന്നെ എല്ലാ ഗേൾസിനും ഇഷ്ടാവുന്നത്. അല്ല, എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? ഞാൻ എന്ത് പറയാനാ, നല്ല സുന്ദരിയാണ്, നന്നായി സംസാരിക്കുന്നു. ഹലോ, സോറി കമ്മിങ്. ഓക്കെ, സോറി കാർത്തി, ഐ ഫോർഗോട്ട്. മോംസ് വെയിറ്റിംഗ്, ഹാവ് ടു ഗോ. പോകാലോ? പോകാം. ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം. പൊസസീവ് സീൻ വർക്കൗട്ട് ചെയ്യാം. എന്താടാ ചെയ്യുന്നത്? നിന്റെ ഗേൾഫ്രണ്ട് ആണോ? ജസ്റ്റ് ഫ്രണ്ട്സ്. സ്റ്റിൽ സിംഗിൾ ആണോ? റെഡി ടു മിങ്കിൾ. കാർത്തിക്, അപ്പൊ സാറ്റർഡേ ഫ്രീ ആയിക്കോ. Okay. ഡിസ്കോയ്ക്ക് പോ. Oh yeah, sure. Okay, my friends are waiting. I'll see you later. Okay, bye. Bye. Okay. Bye, darling. നിന്റെ ഫ്രണ്ടാ? Yeah, friend. സാറ്റർഡേ ഫ്രീയാ? സാറ്റർഡേ ഫ്രീയാ. നമുക്ക് മീറ്റ് ചെയ്യാൻ. ബൈ. സാറ്റർഡേ മീറ്റ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ കൺഫേം പൊസസീവ് സീൻ വർക്കൗട്ട് ആയി. സാറ്റർഡേ നീ പോകുന്നു, അവളുടെ അടുത്ത് സംസാരിക്കുന്നു, അങ്ങനെ എല്ലാം സെറ്റ് ആവുന്നു. ഇനി മുതൽ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ബൈ. അല്ലടി, അപ്പൊ അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇനി മുതൽ പട്ടിന്റെ പുറകെ ഓടാൻ ഞാനില്ല. ഓക്കെ, ബൈ. ഓക്കെ. സാറ്റർഡേ റെഡി ആയില്ലെങ്കിൽ നമുക്ക് സൺഡേ മീറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഏത് തന്നിയുടെ ഫോണാടാ ബെല്ലടിക്കുന്നത്? സൈലന്റ് മോഡിൽ ഇട്ട് വെക്കടാ. സാറിന്റെ ഫോൺ തന്നെ അടിക്കുന്നത്. ആ തെണ്ടി ഞാനായിരുന്നല്ലേ. ഹലോ, കാർത്തികേ. ഗണപതിയുടെ അമ്പലം നീ കണ്ടില്ലേ? അതിന്റെ അടുത്ത ബിൽഡിംഗ് 6th ഫ്ലോർ. അതിലെങ്ങ് പോരെ. ആക്ഷൻ. ഇരിക്കടി. എന്താടി, നിങ്ങൾ തന്നെ വരും, എന്നിട്ട് പ്രേമിക്കും, കാശില്ലെന്ന് മനസ്സിലാക്കിയ ഉടനെ ദൂരേക്ക് എറിഞ്ഞിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് നിന്റെയൊക്കെ കല്യാണത്തിന് വന്നിട്ട് ഗിഫ്റ്റും കൈ തന്നിട്ട് ശോകാനം പാടി താടിയും വളർത്തി നടക്കുന്നോർത്തോ? നോക്ക്, എനിക്ക് നിന്നെ മറക്കണം. സോ നിന്നെ പോലൊരു പെണ്ണിനെ നീ തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് തരണം, മനസ്സിലായോ? അയ്യോ, നീ തരും. അയ്യോ, ഇതെന്താ എന്റെ കഥ നിങ്ങൾ സിനിമ എടുക്കുന്നത്? ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ സാർ സംസാരിച്ചോണ്ടിരിക്കുന്നു.
എടാ ആഗ്രഹിച്ചെടുത്ത ഒരു സീനാ നീ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ. ചേട്ടാ ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? ആരും കേട്ടാ ഇതെല്ലാം മോശം. തെറ്റാ ചേട്ടാ. എന്താ ഡാർലിംഗ്? സാർ സുഖമാണോ? സുഖം തന്നെയാണ്. നിന്റെ കഥയാണോ ഇയാൾ അതെ എടുത്തോണ്ടിരിക്കുന്നത്? സാറേ. ബ്രേക്ക്. അപ്പോ ആ പെണ്ണ് നിന്നെ ടോട്ടലായിട്ട് മാറ്റിയിട്ട് അവളെ പോലെ തന്നെ വേറൊരു പെണ്ണിനെ റെഡിയാക്കി തന്നോ? ഉം. സംഭവം കൊള്ളാമല്ലോടാ. കഥക്കകത്ത് 2 ഹീറോയിനാ? ഏ? ആര്യമോൻ ചായ കുടിച്ചോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ സെക്കൻഡ് ഹീറോയിനിക്ക് ആൻഡ്രിയെ ഫിക്സ് ചെയ്തോളൂ. എന്തോന്ന്? ആൻഡ്രിയയോ? ഞാൻ വേറൊരു ഫീലില്ലേ? എന്തോന്ന്? ഓക്കെ ഓക്കെ. ഹലോ, ആ പറയ് നിഷ. ഏ ഫോണിലാരാ? ഫസ്റ്റോ സെക്കൻഡോ? ആ ശരി, ഞാൻ വന്നോളാം. സെക്കൻഡ് വൺ. ഓ സാറേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എവിടേക്കാ? സ്ഥലം വിട്. നിഷ ഫാം ഹൗസിൽ വരാൻ പറഞ്ഞേക്ക്. പിന്നെ എനിക്ക് ഐശ്വര്യം പോയെന്ന് കാണണം. ഞാൻ വേറെ ദിവസം വരാം സാറേ. രണ്ടുപേരും ഫാം ഹൗസിലേക്ക് വരുന്നു? അയ്യോ സാറേ, നിഷ മാത്രം അവിടെ വരുന്നത്. ശരി, ഓക്കെ സാറേ, പിന്നെ കാണാം. ഞാൻ ശരി, ഓക്കെ സാർ. റെഡി ചെയ്തോളാം. ആര്യമോനെ കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സൂപ്പർ കഥ. ക്ലൈമാക്സ് വേഗം പറയണം. എന്നാ ക്ലൈമാക്സിന് വേണ്ടി ഞാൻ അവന്റെ പുറകെ പോകേണ്ടി വരുമല്ലോ. എന്താ സംസാരിക്കാനുള്ളത്? എന്തായാലും സാറ്റർഡേ നീ അവളെ കാണാൻ പോകുന്നതല്ലേ, പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? അത് പിന്നെ ആ നിഷ അവരുടെ ഫാം ഹൗസിലേക്ക് എന്നെ വിളിച്ചിരിക്കുകയാണ്. ഫാം ഹൗസിലേക്കല്ലേ വിളിച്ചത്? അങ്ങോട്ട് പോയാലെന്താ? നീ എന്താ ഇങ്ങനെ പറയുന്നേ? അവളുടെ ആ ഫാം ഹൗസിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ഗുലാം നടന്നു പോയാ? നടക്കും. കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം തെറ്റാണ്. നീ തന്നെ അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണ്ട. നാളെ അവള് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവായിരിക്കും. നിന്റെ റെസ്പോൺസ് കണ്ട് അവൾ അങ്ങനെ ഫ്ലാറ്റ് ആകണം. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന മാത്രം ചെയ്, ഓക്കെ? നാളത്തെ ദിവസം പൗർണമിയാ ആണെങ്കിൽ പൊതുവേ പൗർണമിയുടെ അന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാകും. എന്ന് വെച്ചാ? അല്ല, എല്ലാവർക്കും ശരീരത്ത് ബ്ലഡ് പമ്പിങ് കൂടുതലായിരിക്കും. സോ അതുപോലത്തെ സമയത്ത് അവള് ഐ ടു ഐ ലവ് ഫീൽ നീ നോക്കിന്ന് വെച്ചോ, അവള് മുട്ടുകുത്തും. മുട്ടുകുത്തുക, ലവ് ഫീല്, ഇതെങ്ങനെ? ഷോ ഇങ്ങനെ ചോദിച്ചാ അങ്ങനെ മര്യാദക്കിരിക്കും, കാലിടും. ഇപ്പോ എന്റെ കണ്ണിനെ മാത്രം വളരെ റൊമാൻറ്റിക് ആയിട്ട് വളരെ ലവ് ഫീലിൽ നോക്കിക്കൊണ്ടേയിരിക്കെ. ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന പോലെ അല്ല നോക്കാൻ പറഞ്ഞത്. കുറച്ച് ലവ് ഫീൽ കൂട്ട്. ഓക്കെ, അവാ ഒന്ന് അടച്ചു വെക്കേ. വൃത്തിയായിട്ട ഫീല് കുറച്ചുകൂടി ഫീൽ ചെയ്യ് കാർത്തിക്. ഞാൻ ഫീൽ ചെയ്യാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പിടിച്ചോണ്ടിരിക്കണം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചോട്ടെ? അത് വേണ്ട. അയ്യോ, അപ്പൊ എനിക്ക് ഫീൽ വരത്തില്ലല്ലോ. ശരി, എന്നാ പിടിച്ചോ. നീ അവളെ നോക്കുമ്പോ ഈ ലോകത്ത് നീ മാത്രം മതിയെന്ന് അവള് ഫീൽ ചെയ്യണം. വേറെ ആരും വേണ്ടെന്ന് അവക്ക് തോന്നണം. അല്ല ഇഷു, നീ നാളെയല്ലേ പൗർണമി എന്ന് പറഞ്ഞേ? ഇപ്പൊ തന്നെ ആ എനർജി സ്റ്റാർട്ട് ആയെന്ന് തോന്നുന്നേ. നോക്ക്, ബ്ലഡ് എല്ലാം തരിച്ചു കയറുന്നു. ഞാൻ നിനക്ക് ക്ലാസ് എടുത്ത നീ എന്നെ വെച്ച് പ്രാക്ടിക്കൽ ട്രൈ ചെയ്യുന്നു. ഇത് ശരിയല്ല, നീ പോ. എന്താ ഇഷു? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അതിന്റെ ഫിനിഷിംഗ് എന്താന്ന് പറയാതെ പോന്നു? ഫിനിഷിംഗ് ഒന്നുമില്ല, നീ എന്തെങ്കിലും ചെയ്തോ. ഐഷു, ഹലോ. ആ കാർത്തി ഇറങ്ങിയോ? വന്നോണ്ടിരിക്കുക. എടാ, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ആ, നമ്മുടെ മീറ്റിംഗ് ഫാം ഹൗസിലല്ല, നീ വീട്ടിലേക്ക് വാ. വീട്ടിലേക്കോ? വൈറ്റാ? എനി പ്രോബ്ലം? ഒന്നുമില്ല, ഞാൻ വന്നേക്കാം. ഓക്കെ, സീ യു, ബൈ.
ഹായ് കാർത്തി, ഹായ്. വെൽക്കം ഹോം. ഓ, അകത്തേക്ക് വാ സാറേ. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഈ വീട്ടിലിപ്പോ ആരും ഇല്ലെന്നേ. അകത്തേക്ക് വാ, ഇരിക്കുന്നേ. നൈസ് ഹൗസ്. യെസ്. ആ, മറന്നുപോയി. എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? അല്ലാതെ കോഫി ഉണ്ടെങ്കിൽ. കോഫി മതിയോ? ബദാം മിൽക്ക്. ബദാം മിൽക്ക് ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യലാ അത്. യൂസ് ഇറ്റ്, ഐ വിൽ ബ്രിങ് ഇറ്റ്. ടേക്ക് ഡൈവേർഷൻ. ശിവരാത്രി തൂക്കമേത് മുതൽ രാത്രി തുടങ്ങുമ്പോത് அடிக்குது குளிரு என்ன மடக்குது தளிரு എന്തു പറ്റി കാർത്തി? അല്ല, ചുമ്മാ വീട് കണ്ടോണ്ടിരിക്കായിരുന്നു. കാർത്തി, ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. ഞാൻ നിന്നെ കോഫി ഷോപ്പിൽ കണ്ടതിന് ശേഷം ഐ എം ഗോയിങ് ക്രേസി ഓൺ യു. അതിൽ പിന്നെ ഐ എം ഡൂയിങ് സോ മെനി ക്രേസി തിങ്സ്. ഇതൊക്കെ ഒരു സിംറ്റം പോലെ തോന്നുന്നു. എന്ത് സിംറ്റം? മെന്റൽ ആവുമ്പോഴുള്ള സിംറ്റംസ്. മനസ്സിലാവുന്നില്ലല്ലേ? ശരി, ഒരു നാണുമില്ലാതെ പറയാം. ആക്ച്വലി ഞാൻ ഇതുവരെ ഒന്നിനും നാണിച്ചിട്ടില്ല. ഭയങ്കര ബോൾഡാ ഞാൻ. ഈസി ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ലൈഫിൽ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എന്നാൽ നിന്നെ കണ്ടതിന് ശേഷം എല്ലാം ഓപ്പോസിറ്റ് റിയാക്ഷനാ. ഞാനല്ലാതായി മാറിയിരിക്കുക. ഐ വാണ്ട് ടു മേക്ക് ലവ് ടു യു. നിന്നെ പോലിരിക്കുന്ന ഒരുപാട് കുട്ടികളെ പ്രസവിക്കണം, മനസ്സ് നിറയെ സ്നേഹിക്കണം, ഏറെ ജീവിക്കണം. ഇങ്ങനെ കുറെ സ്വപ്നങ്ങളുണ്ട് എനിക്ക്. നീ എന്നെ കല്യാണം കഴിക്കോ കാർത്തിക്? ലവ് യു കാർത്തി. കാർത്തിക്, ഹായ്. ആ, ഓക്കെ അല്ലേ? ഓ മുരുക, എന്തുമാത്രം പാടുപെട്ടു. സക്സസ്. യാ. സൂപ്പർ 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 സൂപ്പർ. താങ്ക് യു മുരുക, താങ്ക് യു. സൂപ്പർ. ഇനി പറ, ഇനി മുതൽ നീ എന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നെ നീ മിസ് ചെയ്തു എന്ന് ഫീൽ ചെയ്യില്ലല്ലോ? ചേ, ഒരു ചാൻസും ഇല്ല. ഏയ്, അപ്പൊ ഇതാണ് നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് അല്ലേ? എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ശേഷേ, ഇപ്പോ നമ്മൾ തമ്മിൽ ഏതൊരു എക്സ്പെക്ടേഷനും കമ്മിറ്റ്മെന്റ്സ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. സോ നോ പ്രോബ്ലം. ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ഫോർ എവർ. സോ എപ്പോ വേണമെങ്കിലും മീറ്റ് ചെയ്യാം. ഓക്കെ? ആ, ഓക്കെ. Selecting jewelry, huh? How's it? I think you should try that one. Yeah, that's That better. one? Yeah. അത് തരാമോ Oh, പ്ലീസ്? I one more forgot. I have to introduce 5 people to you. Yeah. Yeah, sure. Aishwarya, this is your personal trainer. She is a yoga teacher. Yes. This is your stylist. Oh,
ഷീസ് എ ബ്യൂട്ടീഷ്യൻ ആൻഡ് ഫൈനലി ഷീസ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ടീച്ചർ. ഹാൻഡ് റൈറ്റിംഗ്. യാ ഓഫ് കോഴ്സ്, എനിക്ക് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമായിട്ടില്ല. ആൻഡ് ഇനി നീ കഴിക്കുന്ന ഫുഡ് മുതൽ ഇടുന്ന ഡ്രസ്സ് വരെ ഇവരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ? താങ്ക് യു അർജുൻ. മാഡം, മാഡം, സാറ് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. മാഡത്തിനോട് വരാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് അർജുൻ. എന്ത് ഗുഡ് മോർണിംഗ്? നിനക്ക് വേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നറിയോ? ഈ ഫാമിലിക്ക് ചില ട്രഡീഷണൽ റൂൾസ് ഉണ്ട്, അതനുസരിച്ച് വേണം നീയും പെരുമാറാൻ. ഓക്കെ? ഞാൻ വരാതിരിക്കില്ല. അമ്മേ, വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കമ്മേ, വിശപ്പ് സഹിക്കാൻ വയ്യ. സർപ്രൈസ്. ഐഷു. ഹായ് കാർത്തിക്, സുഖമല്ലേ? സുഖം തന്നെ. ഒരു മിനിറ്റ് അമ്മേ. ഞാൻ വന്നേക്കാം വെച്ചേക്ക്. അമ്മയാ, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നീ ഇപ്പൊ ഫ്രീ ആണോ? എന്താ? ഞങ്ങളുടെ സ്ഥലം ഒന്ന് കാണുന്നോ? നല്ല സൂപ്പർ സ്ഥലമാണ്. വരുന്നെങ്കിൽ എൻ്റെ കൂടെ പോര്. ആക്ച്വലി വാന്നേ, കേറി ഇരിക്കേ. മോടെ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ റെഡിയായോ? അമ്മേ, അവർക്ക് ആരുമില്ലെന്ന് അറിഞ്ഞൂടെ? രാജകുമാരേ, ബാലകുമാരേ, കൊതിച്ചതെല്ലാം വന്നു ചേർന്നിതാ ബാലകുമാരേ. മുരുക, ഞാൻ ആഗ്രഹിച്ചതെല്ലാം നീ എനിക്ക് തന്നു. പക്ഷെ എന്താണെന്നറിയില്ല, മനസ്സാകെ വിഷമിച്ചിരിക്കുക. എന്ത് വന്നാലും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നല്ലൊരു വഴി കാട്ടിത്താ. എന്താ ഐഷു, എന്തൊക്കെയുണ്ട്? അല്ല, നീ എപ്പോഴാണ് ലണ്ടനിലേക്ക് പോവുക? നാളെ നൈറ്റ് ഫ്ലൈറ്റ്. സന്തോഷമായല്ലോ അല്ലേ? നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടി. ഇനി പ്രതീക്ഷിച്ച പോലെ എല്ലാം നടക്കും. ഓക്കെ? മച്ചു, ഐഷു, ഞങ്ങളെ വിഷ് ചെയ്തേ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? ഒരുപാട് ലവേഴ്സിന്റെ ഇടയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എൻഗേജ്മെന്റാ. എന്താ ഞങ്ങൾ വിഷ് ചെയ്. കൺഗ്രാറ്റ്സ്. നിഷ, അവക്ക് ലണ്ടനിൽ കല്യാണമാ. നാളെ തന്നെ പോകും. ഓ സൂപ്പർ. ഹേയ് മാൻ, ഹായ്. ലുക്സ് ഫോർ ഡിഫറെന്റ്. തൊഴുത് കഴിഞ്ഞില്ലേ? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഷാൽ വി? ലെറ്റ്സ് ഗോ. ശരി, പോ.